ചേരിയിലെ സുൽത്താൻ. നെയ്മറെ തൊട്ട കളിയിൽ കോച്ചിന്റെ കസേര തെറിച്ച കഥ. ഒരു കളിക്കാരനെ ഗ്രൗണ്ടിൽ ഇറക്കാത്തതിന്റെ പേരിൽ സ്വന്തം കോച്ചിനെ പുറത്താക്കിയ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരേ ഒരു മാസ് നിമിഷം. ഒരുപാട് പേര് അവനെ അഹങ്കാരി എന്ന് വിളിച്ചു, വെറും ഷോ കാണിക്കുന്നവനെന്ന് പരിഹസിച്ചു. പക്ഷേ ആ കാലുകളിൽ പന്ത് കിട്ടുമ്പോൾ ബ്രസീലിയൻ ജനതയ്ക്ക് അത് വെറും ഒരു കളിയല്ല, അവരുടെ പ്രാണനാണ്. നെയ്മർ ജൂനിയർ. നെയ്മറുടെ ആ മാന്ത്രിക ഡ്രിംബ്ലിങ്ങുകൾ കണ്ട് കണ്ണ് തള്ളിയിട്ടുള്ളവർ വയോ. ഒപ്പം തന്നെ നെയ്മറിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വരുന്ന രോമാഞ്ചമായ ഓർമ്മ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഹലോ ഹായ്, ഞാൻ സുഭിക്ഷ എബി എൽ ഡൊരാഡോ. ബൂട്ട് വാങ്ങാൻ പണമില്ലാതെ തെരുവിൽ പന്ത് തട്ടി വളർന്ന് ഒടുവിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ താരമായി മാറിയ നെയ്മറിനെ കുറിച്ചാണ്. കിരീടങ്ങൾ ഒരുപക്ഷെ കുറവായിരിക്കാം, പക്ഷേ കളിക്കളത്തിൽ അവൻ തന്ന ആനന്ദം, അത് ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ആർക്കും മായ്ക്കാൻ പറ്റില്ല. ബ്രസീലിലെ സാവോ പോളോ എന്ന അതിദരിദ്രമായൊരു ചേരി. മെഴുകുതിരി വെളിച്ചത്തിലിരുന്ന് ഹോംവർക്ക് ചെയ്യേണ്ടി വന്ന ആ കുട്ടിക്കാലം. ഒരു നല്ല ഫുട്ബോൾ ബൂട്ട് വാങ്ങാൻ അച്ഛൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. നഗ്നപാതനായി തെരുവിലെ കല്ലിലും മണ്ണിലും തട്ടി അവൻ വാശിയോടെ പന്ത് കളിച്ചു. പലപ്പോഴും ദാരിദ്ര്യം കാരണം പട്ടിണി കിടന്നു. അവൻ വളർന്ന് ബ്രസീലിൻ്റെ നെടുന്തൂണായപ്പോഴും വിധി അവനെ ക്രൂരമായി വേട്ടയാടി. 2014 ലോകകപ്പിൽ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ കപ്പടിക്കാൻ ഇറങ്ങിയ നെയ്മറെ ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയൻ താരം ക്രൂരമായി ഫൗൾ ചെയ്തു. അവൻ്റെ നട്ടലിൻ്റെ അസ്ഥി തകർന്നു. ഇനി ഒരിക്കലും നടക്കാൻ കഴിഞ്ഞേക്കില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടന്ന് ആ 22 വയസ്സുകാരൻ പൊട്ടിക്കരഞ്ഞു. അവൻ മാത്രമല്ല, അന്ന് ബ്രസീൽ എന്ന രാജ്യം മുഴുവൻ നെഞ്ചു പൊട്ടിക്കരയുകയായിരുന്നു. ഇവിടെയാണ് നെയ്മറുടെ മാസ് റിവെഞ്ച് വരുന്നത്. നെയ്മർ ഫാൻസ്, നിങ്ങളുടെ രക്തം തിളച്ചു മറിയുന്നുണ്ടാവും. കഥ മുറുകുകയാണ്. നെയ്മറിൻ്റെ മാസ് റിവെഞ്ച് ഇവിടെ തുടങ്ങുകയാണ്. ആ ശരീരം തളർന്നു കിടക്കുമ്പോഴും അവൻ്റെ മനസ്സ് വീണില്ല. ആ വീഴ്ചയിൽ വീണു പോകാൻ, കീഴടങ്ങാൻ അവൻ തയ്യാറല്ലായിരുന്നു. അവൻ ശക്തമായി തിരിച്ചു വന്നു. നെയ്മറിൻ്റെ ഈഗോയും മാസ് എന്താണെന്ന് അറിയണമെങ്കിൽ സാന്റോസ് ക്ലബിൽ കളിക്കുന്ന കാലത്തെ ഒരു കഥയും കൂടെ നിങ്ങൾ അറിയണം. ആ മത്സരത്തിൽ പെനാൽറ്റി എടുക്കാൻ അന്നത്തെ കോച്ച് ഡോറിയൽ ജൂനിയർ നെയ്മറെ അനുവദിച്ചില്ല. നെയ്മർ കോച്ചിനോട് പരസ്യമായി തർക്കിച്ചു. അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ അടുത്ത മാച്ചിൽ നിന്ന് നെയ്മറെ കോച്ച് വിലക്കി. എന്നാൽ നെയ്മർ ഇല്ലാത്ത ടീം ഗ്രൗണ്ടിലിറങ്ങിയപ്പോൾ സ്റ്റേഡിയം ആകെ ഇളകി മറിഞ്ഞു. അവൻ്റെ വിരോധികൾ പോലും ഞങ്ങൾക്ക് നെയ്മറിൻ്റെ കളി കാണണമെന്ന് പറഞ്ഞ് സ്വന്തം കോച്ചിനെതിരെ തെറി വിളിക്കാൻ തുടങ്ങി. അന്നത്തെ ആ കളി തോറ്റതോടുകൂടെ മാനേജ്മെൻറ്റ് ഇടപെട്ടു. നെയ്മറെ വിലക്കിയ ആ കോച്ചിനെ ക്ലബ്ബ് അടിയന്തരമായി പുറത്താക്കി. ഒരു കൗമാരക്കാരനായ കളിക്കാരന് വേണ്ടി സ്വന്തം കോച്ചിനെ തെറി വിളിച്ച ആരാധകരും ആ കോച്ചിനെ പുറത്താക്കിയ മാനേജ്മെൻറ്റും, അതായിരുന്നു നെയ്മർ എന്ന ബ്രാൻഡ്. പിന്നീട് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ തുകയ്ക്ക്, അതായത് 222 മില്യൺ യൂറോ തുകയ്ക്ക് PSG മാറി അവൻ ചരിത്രം കുറിച്ചു. അവൻ വെറും ഒരു കളിക്കാരനല്ല, ബ്രസീലിയൻ കാൽപന്തിൻ്റെ വന്യമായ സൗന്ദര്യമാണ്. അങ്ങനെ സ്വന്തം കോച്ചിൻ്റെ കസേര തെറിപ്പിച്ച ആ 19 വയസ്സുകാരൻ ബ്രസീൽ വിട്ട് യൂറോപ്പിലേക്ക് വണ്ടി കയറി. സ്പെയിനിലെ വമ്പന്മാരായ ബാഴ്സലോണയിലേക്ക്. അവിടെ ലയണൽ മെസ്സിക്കും ലൂയിസ് സുവാരസിനും ഒപ്പം ചേർന്ന് അവൻ ഡിഫൻഡർമാരുടെ നെഞ്ചു പിളർക്കുന്ന മുന്നേറ്റങ്ങൾ നടത്തി. സ്പാനിഷ് ലീഗും ചാമ്പ്യൻസ് ലീഗും അടക്കം എല്ലാം അവൻ സ്വന്തമാക്കി. പക്ഷെ ആളുകൾ അവനെ മെസ്സിയുടെ നിഴലിലാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. മെസ്സി ഉള്ളിടത്തോളം കാലം നെയ്മർക്ക് മികച്ച കളിക്കാരനാവാൻ കഴിയില്ലെന്ന് മാധ്യമങ്ങൾ എഴുതിവിട്ടു. തൻ്റെ ഈഗോയെ മുറിവേൽപ്പിച്ച ആ വിമർശകർക്ക് മുന്നിൽ നെയ്മർ നൽകിയ മറുപടി ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. വെറും ഒരു മാറ്റമായിരുന്നില്ല അത്. ഫുട്ബോൾ ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും തകിടം മറിച്ചുകൊണ്ട് 222 മില്യൺ യൂറോ, ഏതാണ്ട് 2000 കോടിയിലധികം രൂപ, ഈ അവിശ്വസനീയമായ തുകയ്ക്ക് ഫ്രഞ്ച് ക്ലബ്ബായ PSG അവനെ സ്വന്തമാക്കി. ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്ന് വരെ മറ്റൊരു കളിക്കാരനും കിട്ടാത്ത ട്രാൻസ്ഫർ തുകയുടെ റെക്കോർഡ് ഇന്നും ആ ചേരിയിൽ വളർന്ന പയ്യൻ്റെ പേരിൽ തിളങ്ങി നിൽക്കുകയാണ്. അവൻ്റെ മാസ് അവിടെയും തീർന്നില്ല. കളിക്കളത്തിൽ തന്നെ ഫൗൾ ചെയ്ത് താഴെയിട്ട ഡിഫൻഡർമാരെ തൻ്റെ ട്രേഡ് മാർക്ക് റെയിൻബോ ഫ്ലിക്ക് കൊണ്ടും മാജിക് ഡ്രിംബ്ലിങ്ങുകൾ കൊണ്ടും നാണം കെടുത്തിയാണ് അവൻ പ്രതികാരം ചെയ്തത്. അഹങ്കാരി എന്ന് വിളിച്ചവർ പോലും അവൻ കാട്ടുന്ന മാന്ത്രികതയ്ക്ക് മുന്നിൽ
ലോകം മുഴുവൻ എണീറ്റ് നിന്ന് കൈയടിച്ചു. ജോഗോ ബോണിറ്റോയുടെ അവസാനത്തെ കാവലാൾ നെയ്മർ ജൂനിയർ. ഏത് തകർച്ചയിലും തളരാൻ പാടില്ലെന്ന വലിയ മെസ്സേജാണ് നെയ്മർ നമുക്ക് തരുന്നത്. നെയ്മർ ഫാൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഷെയർ ചെയ്ത് തീ പാറിക്കുക. നിങ്ങളുടെ ശക്തി ഒരിക്കലും കുറഞ്ഞു പോകരുത്. നെയ്മറിൻ്റെ ഈ മാസ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പേജ് ഫോളോ ചെയ്ത് കൂടെ പോരെ. കാൽപന്ത് കളിയിലെ ഇതിഹാസങ്ങളെക്കുറിച്ചുള്ള സ്റ്റോറീസ് വീണ്ടും വരുന്നതാണ്. കാണാൻ മറക്കരുത്. അറിവുകൾ അവസാനിക്കുന്നില്ല. കഥകളും പുതിയൊരു അധ്യായവുമായി ഞാൻ വീണ്ടും വരും. സൈനിങ് ഓഫ്, സുഡിക് ഷൈബി, എൽ ഡൊറാഡോ.